സ്വർണം വിൽക്കുന്ന കള്ളന്മാരോടാണ് മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ ഇനി ജ്വല്ലറിയിൽ ചെന്ന് നിന്നാൽ ഇനി മുതൽ അവിടെ ഇരിക്കുന്ന സിസ്റ്റം വിളിച്ചു പറയും ദാ സ്വർണം കട്ട കള്ളൻ വന്നു നിൽക്കുന്നുവെന്ന്. പുതിയൊരു പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരികയാണ്. രാജ്യത്ത് നമുക്കറിയാം സ്വർണ്ണവില ഓരോ ദിവസവും ഉയരുകയാണ്, ചിലപ്പോൾ അത് കുറയുകയാണ്. ഇതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും സ്വർണത്തിന്റെ മോഷണ കേസുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇങ്ങനെ മോഷ്ടിക്കപ്പെടുന്ന സ്വർണം കള്ളന്മാർ ജ്വല്ലറികളിൽ കൊണ്ടുപോയി വിറ്റ് കാശാക്കും. എന്നാൽ മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പന തടയുക എന്ന ലക്ഷ്യത്തോടെ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇനി മുതൽ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ ഹാൾമാർക്കിനൊപ്പം സോൾഡ് അഥവാ വിറ്റുകഴിഞ്ഞു എന്ന് രേഖപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഈ പദ്ധതിയിലുള്ളത്. ഇത് പ്രകാരം ഒരിക്കൽ വിറ്റതായി രേഖപ്പെടുത്തിയ HUID നമ്പർ വീണ്ടും മറ്റൊരു ആഭരണത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ സിസ്റ്റം തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് നൽകും. ആഭരണത്തിന്റെ തിരിച്ചറിയൽ കോഡ് മറ്റൊന്നിനായി ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിനും മോഷ്ടിച്ച സ്വർണം വിൽക്കുന്നത് തടയാനുമാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം. ഇത് പ്രകാരം ഹോൾമാർക്ക് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതായത് HUID നമ്പറിന് നേരെയാകും സോൾഡ് എന്ന് രേഖപ്പെടുത്തുക. നിലവിൽ ഘട്ടം ഘട്ടമായി പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തായാലും സ്വർണം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും വളരെയധികം ഒരു സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ എല്ലാവരും കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്ന, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൂല്യമുള്ള സംഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കള്ളന്മാരുടെ ഇടയിലും അതിന് പ്രചുര പ്രചാരം കൂടുതലാണ്. എന്തായാലും സ്വർണത്തിന്റെ മേൽ ഇത്തരം കർശനമായ നിലപാടുകൾ കേന്ദ്രം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും ആവശ്യമായ ചില നടപടികൾ തന്നെയാണ്. ഈ നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ രാജ്യത്തെ മോഷണങ്ങളും കുറയും. അതോടൊപ്പം തന്നെ കട്ട മുതൽ കൊണ്ടു കൊടുത്താൽ കാശ് കിട്ടുമെന്നുള്ള ആ ഒരു ധാരണയും മാറും. എന്തായാലും കേന്ദ്രത്തിന്റെ ഈ ഒരു നീക്കം എന്തുകൊണ്ടും വേണ്ട സമയത്ത് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്ന പ്രതികരണങ്ങൾ. ആദ്യഘട്ടം എന്ന നിലയിൽ നഗരങ്ങളിലെ വൻകിട ജ്വല്ലറികൾ വഴിയാകും പദ്ധതി നടപ്പാക്കുക. പിന്നീട് ഇത് വ്യാപിപ്പിക്കും. അതേസമയം കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനത്തോട് ജ്വല്ലറി ഉടമകൾക്ക് സമ്മിശ്ര പ്രതികരണമാണ്. പുതിയ പദ്ധതി ഉപഭോക്തൃ സുരക്ഷയും സ്വർണത്തിന്റെ വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുമെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ വ്യാപാരികളുടെ മേൽ ഇത്തരം അധിക ജോലിഭാരങ്ങൾ അടിച്ചേൽപ്പിക്കണോ എന്നാണ് മറ്റു ചില വ്യാപാരികളുടെ ചോദ്യം. ഇന്ത്യ ബ്രാൻഡ് ഇക്വിറ്റി ഫൗണ്ടേഷന്റെ കണക്കുകൾ അനുസരിച്ച് 2026 ജനുവരിയിൽ ഏകദേശം $85 ബില്യൺ മൂല്യമുണ്ടായിരുന്ന ഇന്ത്യയിലെ രത്ന ആഭരണ വിപണി 2030 $130 ബില്യൺ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2026 മാർച്ചിൽ പുറത്തിറങ്ങിയ അസോചാം റിപ്പോർട്ടിൽ ഉദ്ധരിച്ച ഇക്ര റിസർച്ചിന്റെ കണക്കുകൾ പ്രകാരം 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ സ്വർണ്ണാഭരണ ചില്ലറ വിപണിയുടെ 16% സംഘടിത മേഖലയിലെ വ്യാപാരികളുടെ കൈവശമായിരുന്നു. ബാക്കി 84% അസംഘടിത മേഖലയിലും. പദ്ധതി നിലവിൽ ചർച്ചാഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ നഗരപ്രദേശങ്ങളിലെ സംഘടിത മേഖലയിലുള്ള വ്യാപാരികൾക്ക് ഇത് നിർബന്ധമാക്കാനാണ് നിർദ്ദേശം. പിന്നീട് ഗ്രാമീണ മേഖലകളിലേക്കും അസംഘടിത മേഖലയിലേക്കും ഇത് വ്യാപിപ്പിക്കും. നിലവിൽ ഹോൾമാർക്ക് ചെയ്ത ഓരോ സ്വർണ്ണാഭരണത്തിലും HUID നമ്പറും ഭാരവും രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കള്ളന്മാർ സൂക്ഷിക്കുക. മോഷ്ടിച്ച സ്വർണവുമായി ഇനി ജ്വല്ലറിയിൽ ചെന്നാൽ നിങ്ങൾ പിടിക്കപ്പെടും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.